ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല വെയിലാണ്. അപ്പോൾ നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കാനുള്ളത്, ഈ വെയിൽ കൊണ്ടാലും നമുക്ക് വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനത്ര കിട്ടും. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ശരീരത്തിന് എപ്പോഴും വേദന, ക്ഷീണം, മുടി കൊഴിച്ചിൽ. അങ്ങനെ ഞാൻ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞറിയുള്ളൂ, ഒരാൾക്ക് ശരാശരി ഒരു 30 വേണം വൈറ്റമിൻ ഡി. അപ്പോൾ അത് ഒന്നുകിൽ വെയിലിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ ഫുഡിൽ നിന്ന്, അല്ലെങ്കിൽ അത് കൂടാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റ് കഴിക്കണം. അപ്പം എനിക്ക് ഡോക്ടർ എഴുതിയതെന്ന് വെച്ചാൽ കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന ഗുളിക, അതായത് വീക്കിലി വൺസ്, ആഴ്ചയിൽ 1 കഴിക്കുക. D3 മസ്റ്റ് 60. അത് കൂടാതെ കാൽസ്യം വിത്ത് വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഗുളിക ഡെയിലി 1 മാസത്തേക്ക് ഇരിക്കുക. അപ്പോൾ സപ്ലിമെൻറ്റ് കഴിച്ചാലാണ് ഇത് കൂടുമെന്ന് പറയുന്നത്. പക്ഷേ സപ്ലിമെൻറ്റ് കഴിക്കാതെ ഈ വെയിൽ കൊണ്ടാലും, പക്ഷേ ഇപ്പോൾ മഴയാണ്, ഇന്ന് നല്ല വെയിലായത് കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. അപ്പം വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കൊള്ളാനാണ് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ പാടത്തുനിന്ന് പണിയെടുക്കുന്നുണ്ടെന്ന് അവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവില്ലാത്തതും മുടി കൊഴിച്ചിലില്ലാത്തതും. ഇന്നത്തെ ആൾക്കാർക്ക് മുടി കൊഴിയുന്നത്, ശരീരത്തിൽ വേദനയും BP കുറയാത്തൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന വേദന, BP കൂടുകയും കുറയുകയും ചെയ്യുന്നത്, പിന്നെ മസിൽ പെയിന്, മുടി കൊഴിച്ചിൽ, ബാക്ക് പെയിന്, കാലിൻ്റെ മുട്ട് വേദന, നടക്കുമ്പോൾ കിതപ്പ്, ക്ഷീണം എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ് കഴിക്കണം. കോളികാൽസിഫെറോളും കാൽസ്യം വിത്ത് വൈറ്റമിൻ D3 ആണ് കഴിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം താങ്ക് യു.